Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൂ ആണെങ്കിൽ അവൻ അബ്സോർബ് ചെയ്തെടുത്ത എല്ലാവരുടെയും പവർ ഉപയോഗിച്ച് ഗോക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ബൂവിനെ കൃത്യമായി മനസ്സിലാക്കിയ ഗോക്കു ആണെങ്കിൽ വെജീറ്റയെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് ആ ഒരു കമ്മലിന്റെ സഹായത്താൽ അവർ ഫ്യൂഷനിലേക്ക് പോകും. അതിനുശേഷം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ബൂ ആണെങ്കിൽ തിരിച്ചറിയും അവരുടെ ശക്തി അത് ഒരുപാട് കൂടുതലാണെന്ന്. അതുകൊണ്ട് അവരെ അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നും മറിച്ച് ബുദ്ധി ഉപയോഗിച്ച് അവരെങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ച ബൂ ആണെങ്കിൽ അവന്റെ ചോക്ലേറ്റ് പവർ ഉപയോഗിച്ച് ഇപ്പോ ഫ്യൂഷൻ ഗോക്കുവിനെ ചോക്ലേറ്റ് ആക്കി മാറ്റും. അതിനുശേഷം തിന്നാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ ആ ചോക്ലേറ്റ് രൂപത്തിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്റെ ആ ഒരു അടവും പാളിപ്പോയെന്ന് മനസ്സിലാക്കിയ ബൂ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ അവരെ ബാക്ക് ടു നോർമൽ ആക്കും. ഗോക്കു ആണെങ്കിൽ ഹായ് ആയിട്ട് അവനോട് ചോദിക്കും, ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, തോൽവി നിനക്കാണ്, നിന്നെ ഞങ്ങൾ തോൽപ്പിക്കും. ആണെങ്കിൽ അല്പസമയം കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും, എന്ത് ചെയ്താൽ അവനെ ഇല്ലാതാക്കാൻ കഴിയും, ഗോക്കുവിനെയും വെജീറ്റയും എങ്ങനെ തോൽപ്പിക്കാം. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും അവന്റെ തലയുടെ മുകളിലുള്ള വാലിന്റെ പാർട്ട് അത് അവിടെ വീണ് കിടക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുക. അവൻ ആ പാർട്ട് തന്ത്രപരമായി ഫ്യൂഷൻ ഗോക്കുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഗോക്കുവിനും ആ കാര്യം വളരെ നേരത്തെ തന്നെ പിടികിട്ടിയതാണ്. അവൻ അതിനുവേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്തത്. ഞൊട്ടിയടയില് അവൻ ആ ഒരു പാർട്ടിന്റെ സഹായത്താൽ ഗോക്കുവിനെ വെജീറ്റയെ അബ്സോർബ് ചെയ്ത് അവന്റെ ബോഡിയോട് ചേർക്കും. അഹോ, ഞാൻ വീണ്ടും ജയിച്ചു, അവരെ തോൽപ്പിച്ചു, അവരുടെ അഹങ്കാരം അത് മാറിക്കിട്ടിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. ഇവിടെ സുപ്രീം കായ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് പൊട്ടിക്കരയും. നമ്മളുടെ എല്ലാ പ്ലാനുകളും അധികം മോശമായ അവസ്ഥയിലേക്ക് പോയി, എല്ലാം തകർന്ന് തരിപ്പണമായി. അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാരണം ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം തന്നെ വലിയ അപകടത്തിലായിരിക്കുകയാണ്. ഞാനൊരു ഫെയിലിയർ ആയിട്ടുള്ള സുപ്രീം കായ് എന്ന് പറയും. അപ്പാപ്പനാണെങ്കിൽ ഉടനെ ആ ഒരു ഗോളം കയ്യിലെടുക്കും. അതിനുശേഷം സുപ്രീം കായെ സമാധാനിപ്പിക്കുകയാണ്. നീ എല്ലാം പോയി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഇത് മറ്റൊരു ട്രിക്കാണെന്നാണ്. അവരറിഞ്ഞുകൊണ്ടാണ് അവരെ അബ്സോർബ് ചെയ്യാനായിട്ട് നിന്ന് കൊടുത്തതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നീ ആ ഒരു ബോയെ ശ്രദ്ധിച്ചോ, അവൻ അവരെ അബ്സോർബ് ചെയ്തെടുത്തിട്ടും അവന്റെ ശരീരത്തിന് മാറ്റമില്ല, പവറിൽ ചേഞ്ചും ഇല്ല. കായ് പറയുന്നത് കേട്ട് സുപ്രീം കായ് ആണെങ്കിൽ ഷോക്കായി ഇപ്പൊ അവനെ നോക്കും. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അവന് യാതൊരു മാറ്റവും ഇല്ല, മുൻപത്തേതുപോലെ തന്നെയാണ് അവന്റെ പവർ ലെവൽ എപ്പോഴും. ഇവിടെ ബൂവിനെ കാണിക്കും. ബൂ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, അങ്ങനെ പൊട്ടനും പോയി മണ്ടനും പോയി, ഇപ്പൊ ഞാൻ മാത്രമാണ് ഈ ഭൂമിയിൽ ബാക്കി. പക്ഷെ അത്രയും പവർഫുള്ളായ അവർ രണ്ടുപേരെ അബ്സോർബ് ചെയ്തെടുത്തിട്ടും എനിക്ക് എന്തുകൊണ്ട് അത്രയും പവർ കിട്ടുന്നില്ല? അവർ അബ്സോർബ് ചെയ്തെടുത്തത് അത് കറക്റ്റ് ആയിരുന്നില്ലേ? എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അവരെ പോലുള്ള ശല്യങ്ങൾ ഒഴിവാക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ ശല്യങ്ങളെയും ഞാൻ ഒഴിവാക്കി, ഈ ഭൂമിയിൽ ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്ക് ആരെക്കുറിച്ച് ഓർത്തും ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ഡ്രസ്സ് അങ്ങനെ കീറിപ്പറിച്ച് താഴേക്കിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവന്റെ ഇന്റേണൽ ബോഡി കാണിക്കും. ബോഡിക്കുള്ളിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത നമ്മുടെ ഫ്യൂഷൻ ഗോക്കുവിനെ കാണിക്കുകയാണ്. വാവ്, ഞാൻ കരുതിയതുപോലെ തന്നെ അവൻ എന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ സേഫ് ആയിട്ടുണ്ട്. ഇതെന്റെ പ്ലാനിങ് ആണെന്ന് അവൻ അറിയില്ല. അവൻ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗം ഗോട്ടനെയും ബാക്കിയുള്ളവരെയും കണ്ടെത്തണം. അവർ സേഫായി ജീവനോടുകൂടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവരെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അപ്പാപ്പൻ എൽഡർ കായ് ആണെങ്കിൽ ആ കാര്യം തിരിച്ചറിഞ്ഞ് സുപ്രീം കായോട് പറയും, നമ്മൾ കരുതിയതാണ് ശരി, അവരറിഞ്ഞുകൊണ്ടാണ് അബ്സോർബ് ചെയ്യാൻ നിന്ന് കൊടുത്തത്. സുപ്രീം കായ്ക്കും ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. അതെ, ബാക്കിയുള്ള രക്ഷിക്കാൻ വേണ്ടിയാണ് അവരറിഞ്ഞുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നത്. ഇവിടെ ഗോക്കു വെജീറ്റയും അവർ രണ്ടുപേരും ഇപ്പൊ രണ്ടാവുകയാണ്. ആണെങ്കിൽ വണ്ടർ അടിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തവണ ഇത് യൂസ് ചെയ്ത് ഒന്നായി കഴിഞ്ഞാൽ പിന്നീട് സെപ്പറേറ്റ് ആവാൻ കഴിയില്ല എന്നാണ് എൽഡർ കായ് എന്നോട് പറഞ്ഞത്. ഒരുപക്ഷെ ഇവന്റെ ബോഡിയിൽ ഈ ഒരു പവർ വർക്ക് ആവില്ലായിരിക്കും. എന്നിട്ട് വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, എന്തായാലും നന്നായി, ഞാനത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഇനിയും നിന്നോട് കൂടെ കമ്പൈൻ ആവാൻ എനിക്ക് താല്പര്യമില്ല, അതൊരു പൊട്ട ഐഡിയ ആണെന്ന് പറഞ്ഞ് അവൻ ആ ഒരു കമ്മൽ തകർത്ത് കളയാണ്. ഗോക്കു ആണെങ്കിൽ ഷോക്കാവും, ഓ നോ, നീ എന്തായി ചെയ്തേ? അവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല, ഈ ഭൂവെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ഇത് കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നതിന് മുൻപ് നീ എന്തിനാണ് ആ കമ്മൽ കളഞ്ഞത്? നമ്മൾ ഫ്യൂഷൻ ചെയ്താൽ മാത്രമേ ഇവനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നീ മറന്നുപോയോ? അതിന് വെജീറ്റ പറയും, എനിക്ക് അതൊന്നും കേൾക്കണ്ട, എത്രയും വേഗം അവരെ കണ്ടെത്തണം. അവർ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായില്ലേ, ഈസി ആയിട്ട് നമുക്ക് ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ലേന്ന് ചോദിച്ച് അവൻ അങ്ങനെ കടന്നുപോകും. വേറെ വഴിയില്ലാതെ ഗോക്കുവും അവന്റെ കയ്യിലുള്ള കമ്മല് തകർത്ത് താഴെയിട്ട് കടന്നു പോവാണ്. ഇവിടെ എൽഡർ കായും സുപ്രീം കായും അവർ രണ്ടുപേരും അതുകൊണ്ട് ഷോക്കാവും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബൂ ആണെങ്കിൽ സിറ്റിയിലൂടെ കറങ്ങി നടക്കുകയാണ്. വാവ്, എനിക്ക് കേക്കിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അവനൊരു കേക്ക് ഷോപ്പിലേക്ക് വരും. അവിടെ ഉണ്ടായിരുന്ന കേക്കുകൾ കണ്ട് അവൻ ഞെട്ടും. വാവ്, വിശന്നു വലഞ്ഞിരുന്ന എനിക്ക് അവിടെ കേക്കുകൾ കിട്ടിയെന്ന് പറഞ്ഞ് അവ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. അതേസമയം ഇന്റേണൽ ബോഡിയിൽ ഉണ്ടായിരുന്ന വെജീറ്റ ആണെങ്കിൽ ഇപ്പൊ പിക്കലോയെ കണ്ടെത്തും. പിക്കലോ അവൻ ഇവിടെ ഉണ്ടെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ അവനെ ചെക്ക് ചെയ്യും, അവൻ ഇപ്പോഴും ജീവനുണ്ട്. ആണെങ്കിൽ പിക്കലോയെ കാര്യമായിട്ട് നോക്കുമ്പോഴായിരിക്കും അവന് തൊട്ടു പുറകിലായിട്ട് ബാക്കിയുള്ള ഓരോരുത്തരെയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുക. ും ട്രങ്ക്സും ഗോഹാനും അവരെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ഗോട്ടനെ ട്രങ്ക്സിനെ നോക്കും. 30 മിനിറ്റ് മാത്രമാണ് ആ ഫ്യൂഷൻ അത് ചെയ്യാനായിട്ട് കഴിയുക. അതുകൊണ്ടാണ് ഇവർ കുറച്ചു കഴിഞ്ഞ് നോർമൽ ആയത്.
പിന്നീട് ആ ഒരു ഫ്യൂഷൻ പവർ അത് അവർക്ക് ഇതിന്റെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പറയും. അതേസമയം ഇവിടെ ആ ബോ അവനാണെങ്കിൽ ഭൂമിയെ നശിപ്പിച്ച് കളയാനായിട്ട് വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഗൊഹാനെയും ഗോട്ടനെയും ട്രങ്ക്സിനെയും അങ്ങനെ അറുത്ത് താഴേക്കിടും. ഇവിടെ വെജിറ്റയും ഗോക്കുവും ചേർന്ന് ഓരോരുത്തരെയായിട്ട് കട്ട് താഴേക്കിടും. ബോ ആണെങ്കിൽ അവന്റെ ശക്തി കുറയുന്നു മനസ്സിലാക്കും. ഓ നോ, എനിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്, എന്റെ പവർ ലെവല് അത് കുറഞ്ഞു വരികയാണ്, അവരെനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഗ്രാൻഡ് എൽഡറും അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കായും അവർ രണ്ടുപേര് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ്, ഒരു വിധത്തില് അവര് ഗോ അബ്സോർബ് ചെയ്തെടുത്ത എല്ലാവരെയും സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെല്ലാവരും പുറത്തേക്ക് വന്ന് ആ ബോവിനെ തോൽപ്പിക്കും. നമ്മൾ കരുതിയതുപോലെ അവര് മണ്ടന്മാരല്ല, അവരാണ് ശരിക്കും ബുദ്ധിമാന്മാര്, അവര് കറക്റ്റായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ആണെങ്കിൽ സന്തോഷിച്ച് അങ്ങനെ ചുറ്റും ഓടി കളിക്കുകയാണ്. ഇവിടെ വെജിറ്റയും ഗോക്കു അവരാണെങ്കിൽ നിർത്താതെ അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വെജിറ്റയോട് പറയും, സത്യത്തില് ഈ ഒരു ബോവിനെ നമ്മൾ കഴിഞ്ഞ പവറുണ്ട്, ആ കമ്മല് നമ്മൾ രണ്ടുപേരും തകർത്ത് കഴിഞ്ഞു. സോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ നമ്മളെ വെറുതെ വിടാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് ആ ഫ്യൂഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. അതിന് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഓൾറെഡി ആ ഒരു പവറൊക്കെ കണ്ടതാണ്, എനിക്കത് ചെയ്യാൻ നിന്നോടൊപ്പം ചേരാൻ യാതൊരു താല്പര്യമില്ല എന്ന് തീർത്തു പറയും. അത് കേട്ട് ഗോകുനാണെങ്കിൽ അല്പം വിഷമമൊക്കെ തോന്നും. പക്ഷെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, നീ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ എത്രയും വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞ് വെജിറ്റ ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അതിന് ഗോക്കു ഓക്കെ പറയും. ഇതാ ഗോക്കു ആണെങ്കിൽ ദൂരത്തായിട്ട് ആ പഴയ മാജിക് ബൂവെ കാണുകയാണ്. ഓ നോ, ഇവനെയും ഈ മാജിക് ബൂ പിടിച്ചടക്കിയോ? ഇവൻ ആ പഴയ മാജിക് ബൂ ആണ്. സത്യത്തിൽ ഇവനെ സൈറ്റാൻ കൺട്രോൾ ചെയ്ത് വെച്ചതായിരുന്നു. ആണെങ്കിൽ അവനെ സൂക്ഷിച്ചു നോക്കും. അതെ, ഞാൻ കണ്ടതാണ്, ആ പുതിയ മാജിക് ബൂ ഇവനെ ചോക്ലേറ്റ് ആക്കി കഴിച്ചു കഴിഞ്ഞു. ഇവൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇതുപോലെ ഇവിടെ ലോക്കായത്. ആണെങ്കിൽ വെജിറ്റയോട് പറയും, നമുക്ക് ഇവനെ കൂടെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഇവനെ ഒത്തുചേർന്നാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൂവെ കൊല്ലാൻ അല്പം കൂടെ ഈസി ആയിരിക്കില്ലേ എന്ന് ചോദിക്കും. അതേസമയം കായ്ക്കും അതുപോലെ എൽഡർ കായ്ക്കും ഇപ്പൊ ആ കണക്ടിവിറ്റി നഷ്ടപ്പെടുകയാണ്. ഓ നോ, അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ കണക്ടിവിറ്റി അത് നഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. മാജിക് ബൂ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരികയാണ്. മാജിക് ബൂ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എനിക്ക് വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലേ, നിങ്ങൾ അബ്സോർബ് ചെയ്തപ്പോ എനിക്ക് പവർ കിട്ടുമെന്നാണ് കരുതിയത്, പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചവരെ റിലീസ് ചെയ്ത് വിട്ട് ഇപ്പോ എന്റെ പവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല, നിങ്ങളെ ഞാൻ തകർക്കുമെന്ന് പറയും. അതിന് വെജിറ്റ പറയും, ഞാൻ നിന്നെ തകർക്കും. ഗോക്കു ആണെങ്കിൽ വെജിറ്റയോട് പറയും, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ കമ്മല് പൊട്ടിച്ച് കളയണ്ട എന്ന്. ഇപ്പൊ നമ്മൾ രണ്ടുപേര് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ അവനെ തോൽപ്പിക്കും? അത് കേട്ട് ഇപ്പൊ ബോവിന് ഭയങ്കര സന്തോഷം. ഓ, നിങ്ങളിപ്പോ രണ്ടുപേരും രണ്ടായി മാറിയല്ലേ, ഇതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്, ഇനി എത്ര ഈസി ആയിട്ട് നിങ്ങളെ ഞാൻ തോൽപ്പിക്കും. വെജിറ്റ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, നീയാണിപ്പോ എല്ലാം കുളവാക്കിയത്, ആവശ്യമില്ലാത്ത കാര്യം നീ അവന് പറഞ്ഞു കൊടുത്തു, ഓക്കെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും വേഗം അവനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സൂപ്പർ സൈൻ പവറിലേക്ക് പോയി. ഗോക്കു ആണെങ്കിൽ അവന്റെ ബോഡി അത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ബോ ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, നീ എന്തൊക്കെ ശ്രമിച്ചാലും എന്റെ ബോഡി തകരില്ല. കട്ട് ചെയ്താ ഇവിടെ എന്റെ ആണെങ്കിൽ സൈറ്റാനോട് പറയും, നമ്മൾ ഓൾമോസ്റ്റ് അവന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു, എനിക്ക് അവന്റെ പവർ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ താഴേക്ക് വന്ന് ലാൻഡ് ചെയ്ത് അങ്ങനെ ഓടി വരികയാണ്. അപ്പൊ അവർ കാണും ദൂരത്തായിട്ട് മലയുടെ മുകളിൽ എന്റെ ബോഡി യാതൊരു അനക്കവും ഇല്ലാതെ അങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നത്. ഡണ്ടയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സൈറ്റാൻ ആണെങ്കിൽ ഡണ്ടയോട് ചോദിക്കും, അവൻ സ്റ്റാച്ചു ആയി പോയോ? അവന് യാതൊരു അനക്കവും ഇല്ലല്ലോ. അതിന് ഡണ്ട പറയും, സ്റ്റാച്ചു ഒന്നും ആയിട്ടില്ല, പക്ഷേ എന്റെ പവർ അത് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവന്റെ ഇപ്പോഴത്തെ ലുക്ക് അത് പഴയതായി മാറുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അത് കേട്ട് സൈറ്റാനും വളരെ കാര്യമായിട്ട് അവനെ നോക്കും. കട്ട് ചെയ്ത സുപ്രീം കായ്ക്കാണെങ്കിൽ എന്താ നടക്കുന്നത് മനസ്സിലാവില്ല. എൽഡർ കായ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലായി, ആളാണെങ്കിൽ ടെൻഷനായി നിലത്ത് കിടന്ന് ഉരുളുകയാണ്. ഓനോ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായെന്ന് പറയും. ഇവിടെ ഗോകു അത്രയും വലിയ പവർ ഉപയോഗിച്ചിട്ടും ബോഡിയിൽ ചെറിയൊരു ദ്വാരം പോലും ക്രിയേറ്റ് ചെയ്യാൻ ഗോകുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ബൂ ആണെങ്കിൽ അവനോട് പറയും, നിന്റെ അറ്റാക്കിൽ എനിക്ക് ഇവിടെ ഒരു ഇക്കിളി എടുത്തു, അതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. മാത്രമല്ല നിങ്ങളുടെ ശരീരം അതിപ്പോ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികളുടെ അത്രയും ചെറിയ ശരീരമായി മാറിക്കഴിഞ്ഞു, എനിക്ക് ഉറപ്പായാലും ഇനി ഈസി ആയിട്ട് നിങ്ങളെ തോൽപ്പിക്കാന്ന് പറയും. അത് കേട്ട് ഗോകു ഉറപ്പിച്ചു പറയും, ഒരു കാരണവശാലും നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, സൂപ്പർ സയൻ പവറിൽ നിന്നെ ഞങ്ങൾ നേരിടുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും ബൂ ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം. ബൂ ആണെങ്കിൽ ഓരോ തവണ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അങ്ങനെ ഓരോ ഭാഗത്തേക്ക് തെന്നി മാറി വീണ്ടും അവരെ തിരികെ അറ്റാക്ക് ചെയ്യും. ഒരുമിച്ച് നിന്ന് ഇവനെ നേരിടാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ച് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി അവനെ തകർക്കുകയാണ്. അതിനുശേഷം അവന്റെ ഓരോ ബോഡി പാർട്ടും അവരങ്ങനെ കരിച്ചു കളയും. ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഇപ്പൊ നീ കണ്ടില്ലേ, നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയി നിന്നുകൊണ്ട് തന്നെ അവനെ തകർത്തു. അടുത്ത നിമിഷം ആ ബൂ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അത്ര വേഗം വിഡ്ഢികളായി നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയോ? ഇനി നിങ്ങൾ ഒരു ജന്മം കൂടി എടുക്കണം, ഇതെന്റെ ശരീരമാണ്, എന്നെ ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ ശരീരത്തിൽ നിന്ന് ക്രിയേറ്റ് ആയി വരും. ട്രോള് പോയ വെജിറ്റ ആണെങ്കിൽ അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ അറ്റാക്കിൽ നിന്ന് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് അങ്ങനെ പോയി അവരെ നോക്കി കളിയാക്കി ചിരിക്കുന്നതോടുകൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.